സ്വത്തോഹരി വെക്കുമ്പോൾ ഇന്ന് ആരാണത് ശ്രദ്ധിക്കാറുള്ളത്? ബാപ്പയുടെ സ്വത്തോഹരി വെക്കുമ്പോ ഇന്ന് ബന്ധപ്പെട്ട മക്കൾ ചിന്തിക്കുന്നുണ്ടോ? എന്റെ ബാപ്പാക്ക് ഇതാ ഇത്രയും സമ്പത്തുണ്ട്, ഇത് ഞങ്ങൾ ഓഹരി വെക്കാൻ പോവുകയാണ്. ബാപ്പ ജീവിതകാലത്ത് ഒരു ഹജ്ജ് ചെയ്തില്ല. ബാപ്പ ജീവിതകാലത്ത് പലപ്പോഴും സക്കാത്ത് കൊടുത്തിട്ടില്ല. ആ സക്കാത്ത് കൊടുക്കാൻ ബാപ്പ അങ്ങനെ നീട്ടിവെച്ചതാണ്. ഇതറിയാവുന്ന മക്കൾ അവരെന്ത് ചെയ്യണം? അവരതിൽ നിന്ന്, ആ സ്വത്തിൽ നിന്ന് ഒരാളെ ഹജ്ജിന് പറഞ്ഞയക്കണം. അത് നിർബന്ധമായ ബാധ്യതയാണ്. ആ കാശ് അതിന് ബാപ്പയുടെ സ്വത്തിൽ നിന്നെടുത്തുകൊണ്ട് ഹജ്ജ് ചെയ്യണം. ബാപ്പയുടെ സ്വത്തിൽ നിന്നെടുത്തുകൊണ്ട് സക്കാത്തിന്റെ കടം വീട്ടണം. ഇനി ബാപ്പ മരണപ്പെട്ടു പോയപ്പോ ആളുകളുടെ കടം വീട്ടാനും അതേപോലെ തന്നെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട ആ നിലക്കുള്ള കടം വീട്ടാനും ഒന്നും ഗതിയില്ല. പാപ്പറായി ദരിദ്രനായിട്ടാണ് ഒരു ബാപ്പ മരണപ്പെട്ടു പോയിട്ടുള്ളതെങ്കിൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ബാപ്പ നാട്ടുകാർക്ക് കൊടുക്കാനുള്ള കടബാധ്യതകൾ വീട്ടൽ നിർബന്ധമുണ്ടോ? നിർബന്ധമില്ല എന്നുള്ളതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാരെല്ലാം പറഞ്ഞിട്ടുള്ളത്. മക്കൾക്ക് ബാപ്പയുടെ മേലുള്ള കടങ്ങൾ വീട്ടൽ നിർബന്ധമുണ്ടോ? ബാപ്പയുടെ സ്വത്തുണ്ടെങ്കിൽ ആ ബാപ്പയുടെ സ്വത്തിൽ നിന്ന് എടുത്ത് വീട്ടൽ നിർബന്ധമാണ്. ശേഷമാണ് സ്വത്തോഹരി വെക്കേണ്ടത്. അതേ അവസരത്തിൽ ബാപ്പ കടബാധ്യതയോടുകൂടെ മരിച്ചു, പക്ഷേ ബാപ്പയുടെ സ്വത്തിൽ ഒന്നും കൊടുത്തു വീട്ടാൻ ബാക്കിയില്ല എങ്കിൽ അതൊക്കെ മക്കൾ വീട്ടണോ? വീട്ടേണ്ടതില്ല. എന്നാൽ എൻ്റെ ബാപ്പ കടബാധിതനായിട്ടല്ലേ മരിച്ചു പോയിട്ടുള്ളത്, അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ സ്വത്തുണ്ടല്ലോ എന്ന നല്ല ചിന്തയോടുകൂടി മക്കൾ അവർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ബാപ്പന്റെ പേരിലുള്ള കടങ്ങൾ ഞങ്ങൾ വീട്ടിക്കോളാം എന്ന് പറഞ്ഞവർ ഏറ്റെടുത്ത് നിർവഹിക്കുകയാണെങ്കിൽ അതവർ ആ മാതാപിതാക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ബിറാണ്, ഇഹ്സാനാണ്, ഒരു പുണ്യകർമ്മമാണ്. മരണാനന്തരവും അവരോട് ചെയ്യുന്ന ഒരു വലിയ സ്നേഹപ്രകടനവും അതുപോലെ തന്നെ നന്മയും പുണ്യവുമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേ അവസരത്തിൽ മക്കളുടെ മേൽ അതൊരു ബാധ്യതയായി, ഒരു നിർബന്ധ കടമയായിട്ട് ബാക്കിയാകുമോ? ഇല്ല. ബാപ്പക്ക് സ്വത്തില്ലെങ്കിൽ